സുഹൃത്തുക്കളെ, എന്നൊരു പുസ്തക പരിചയമാണ്. പഴയ കാകപുരവും പുതിയ രാമനഗരവും തന്നെ പുതിയ ഇന്ത്യ എന്ന തലക്കെട്ടിലാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകം റിഹാൻ റാഷിദ് എഴുതിയ കാക്കപുരം എന്ന വളരെ ശ്രദ്ധേയമായ നോവലാണ്. ഈ അടുത്തായി ഈ മലയാള സാഹിത്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് റിഹാൻ റാഷിദിൻ്റെ കാകപുരം. 240 പേജുകളിലായി DC ബുക്സാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ഇതിന് ഈ സംസാരത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് പഴയ കാകപുരവും പുതിയ രാമനഗരവും തന്നെ പുതിയ ഇന്ത്യ എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഇതടങ്ങിയിട്ടുള്ള രാഷ്ട്രീയം ഇതിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുവാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എഴുത്ത് എന്നുള്ളത് വെറും രസിപ്പിക്കലേ അല്ല. അത് യാഥാർത്ഥ്യവും ഭാവനയും സമാസമം ചേർത്തുണ്ടാക്കുന്ന മികച്ചൊരു സർഗവിഭവമാണ്. അതിനേറ്റവും മാനവികതയോടടുക്കുന്ന ലക്ഷ്യം കൂടിയാകുമ്പോൾ അത് ഒരു വിപ്ലവ പ്രവർത്തനം കൂടിയായി മാറുന്നു. അത് നിലവിലുള്ള എല്ലാതരം ജീർണതകൾക്കുമെതിരെയുള്ള സാഹിത്യം കൊണ്ടുള്ള പടനയിക്കൽ കൂടിയായി മാറുകയാണ്. പൊതുവെ ഏത് ഭാഷയിലായാലും പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സാഹിത്യ സൃഷ്ടികളും ഈ ഗണത്തിൽ പെടുന്നില്ല. കാരണം പല അപ്രിയ സത്യങ്ങളെയും തുറന്നു കാണിച്ച് തിന്മയുടെ അതീശ ശക്തികൾക്കെതിരെ എഴുത്തുകൊണ്ട് പ്രതിരോധം തീർക്കാൻ പലരും വിമുഖരാകുന്നത് അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഭയത്തിൻ്റെ ആവരണം കൊണ്ട് കൂടിയായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായി ധൈര്യവും സ്ഥൈര്യവും കൈമുതലാക്കി തൻ്റെ ജന്മനാടിനെ ഗ്രസിച്ചു കഴിഞ്ഞ വിനാശത്തിൻ്റെ ശക്തികൾക്കെതിരെ ചിന്തിപ്പിക്കാൻ അവിടുത്തെ ജനതയുടെ മുന്നിലേക്ക് ചരിത്ര സത്യങ്ങളുടെ വിളംബരമായി മാറിയ മലയാളത്തിൽ പിറന്ന ഒരു ഉത്കൃഷ്ട നോവലാണ് റിഹാൻ റാഷിദിൻ്റെ കാകപുരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ റിഹാൻ റാഷിദ് വരച്ചിരുന്ന ഈ സമകാല ഇന്ത്യയുടെ ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് സത്യവെളിച്ചത്തിൻ്റെ ടോർച്ചുമായി 240ഓളം പേജുകളിൽ രചിക്കപ്പെട്ട ഈ നോവൽ മലയാള സാഹിത്യത്തിൽ അടുത്ത കാലത്ത് പിറന്ന ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയ നോവൽ കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ തന്നെ എന്താണ് പുതിയ ഇന്ത്യ എന്നും എങ്ങനെയാണ് ഈ പുതിയ ഇന്ത്യയിലെ ഭരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അധസ്ഥിതരോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും താഴ്ന്ന വിഭാഗക്കാരോടുമൊക്കെ ഇത് ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് ഈ നോവൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത് എന്നുള്ളത് കാകപുരം എന്ന ഒരു പറയക്കുടിക്കാരുടെ ഗ്രാമത്തെ പിന്നീട് രാമനഗരമാക്കി മാറ്റാൻ തിരുവോത്ത് രാമനും കൂട്ടരും നടത്തിയ പ്രചണ്ഡമായ പ്രചരണഘോഷങ്ങളും അതിന് അവർ താഴ്ന്ന വിഭാഗക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഈ നോവലിൽ ഉടനീളം ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏതാണ് പുതിയ ഇന്ത്യയിൽ എങ്ങനെയാണ് സവർണ ഫാസിസം അത് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് ഈ കാകപുരം എന്നുള്ളത് രാമനഗരം ആയി മാറിയതും അതിനവർ സ്വീകരിച്ച മാർഗവുമൊക്കെ തേടുമ്പോൾ അവിടെ ഒരു കോടതി സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവിടുകയും കാകപുരത്ത്, എന്നാൽ അവിടെ ആ സമയത്ത് തന്നെ അവിടെ ഒരു വിഗ്രഹം പൊന്തി വരികയുമാണ്. ആ വിഗ്രഹമാണ് ഉണ്ടായതോടുകൂടി പിന്നെ കോടതി അവിടെ സ്ഥാപിക്കേണ്ടതില്ല എന്നുള്ളതും അവിടെ അമ്പലമാണ് വേണ്ടത് എന്ന് തിരുവോത്ത് രാമൻ്റെ അനുസരിച്ച് നീങ്ങുന്ന ആ രാജ്യത്തിൻ്റെ ചരിത്രം ഇന്നത്തെ ഇന്ത്യയെ വരച്ചു വെച്ചിരിക്കുന്നു എന്ന് അയോധ്യയും ബാബരി മസ്ജിദും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കലാപങ്ങളും പശുവിറച്ചിക്ക് യുടെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ടക്കൊലകളുമൊക്കെ പ്രതീകാത്മകമായി സൂചിപ്പിച്ചിട്ടുള്ള വളരെ ശക്തമായ നോവലാണ് കാകപുരം എന്നാണ് എനിക്ക് ഇതിൻ്റെ ആകത്തുകയായുള്ള പരിചയപ്പെടുത്തൽ പറയാനുള്ളത്. കാകപുരം എന്ന പറയക്കുടിക്കാരുടെ ആവാസഭൂമിയിൽ നിന്ന് എങ്ങനെ അവരെ പുറത്തു ചാടിച്ചുകൊണ്ട് ആ ഗ്രാമത്തെ സവർണജാതി തമ്പ്രാക്കളുടെ ഗൂഢപദ്ധതി അനുസരിച്ച് അതിനെ രാമനഗരമാക്കി മാറ്റിയെടുക്കുന്ന ഫാസിസ്റ്റ് വാഴ്ചക്കാലത്തെ പുതിയ പരീക്ഷണങ്ങളാണ് നോവലിലുടനീളം വരച്ചു വച്ചിരിക്കുന്നത്. റിഹാൻ റാഷിദിൻ്റെ ഈ നോവൽ ആ അർത്ഥത്തിൽ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ സമകാല രാഷ്ട്രീയത്തെ, സമകാല ഭരണകൂടത്തെ, ഇന്ത്യയിൽ വേര് പിടിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഏതാണ്ട് 3/4 ഭാഗവും വേര് പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫാസിസത്തൊക്കെ അത് കടന്നു വരുന്ന വഴി എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന വളരെ മനോഹരമായ അതേസമയം വളരെ ചിന്തനീയമായ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയായി മാറുന്ന നോവലാണ് കാകപുരം എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ ചില 1-2 കാര്യങ്ങൾ ഇതിലുള്ള അടങ്ങിയ സത്ത കൂടി ഞാൻ വായിച്ചുകൊണ്ട് ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കും.
കാകപുരം എന്ന ഗ്രാമത്തിൻ്റെ യഥാർത്ഥ അവകാശികളായ തക്ഷകൻ്റെ ജാതിയുടെ കഥ ആണ് ഇതിൽ പറയുന്നത്. അവിടെ ഗവൺമെൻറ് ഈ അവിടെ ഈ കാകപുരത്ത് ഒരു പുതിയ കോടതി സ്ഥാപിക്കാൻ പദ്ധതിയിടുകയാണ്. തക്ഷകൻ്റെ ജാതിക്കാരായിരുന്നു അവിടേക്ക് ആദ്യം കടന്നെത്തിയവർ. പിന്നീട് വന്നത് മുസ്ലിങ്ങളാണ്. അതിൽ വലിയ അപ്രീതി ഉണ്ടായിരുന്ന ഈ ആദ്യമുണ്ടായിരുന്ന ആദിവാസികളോടും പിന്നീട് അവിടേക്ക് കാകപുരത്തെ കടന്നു വന്ന മുസ്ലിങ്ങളോടും വളരെ കൂടിയ അതൃപ്തി ഉണ്ടായിരുന്ന തിരുവോത്തുകാരാണ് പിന്നീട് കാകപുരത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതിനുവേണ്ടി അവർ നടത്തുന്ന തന്ത്രങ്ങളാണ് ഈ നോവൽ കൈകാര്യം ചെയ്യുന്നത്. തിരുവോത്ത് രാമൻ എന്ന പേരുള്ള ഒരാളാണ് ഇപ്പോൾ അവരുടെ നേതാവ്. ശരിക്ക് നമുക്കൊരു പ്രതീകാത്മകമായി ചിന്തിച്ചാൽ ഇന്ത്യയിലെ പുതിയ തിരുവോത്ത് രാമൻ ആരാണെന്ന് പറയാതെ പറയുന്നു ഈ നോവൽ എന്നുള്ളതാണ്. അവർ നടപ്പാക്കുന്ന ഗൂഢപദ്ധതികളാണ് അവിടുത്തെ തദ്ദേശീയരായ പറയരെയും മുസ്ലിങ്ങളെയും കാകപുരത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. അത് ഈ നോവലിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ ഇടയ്ക്ക് കോടതി പണിയാനുള്ള സ്ഥലത്ത് ഒരു വിഗ്രഹം കാണുകയും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരുവോത്തുകാർ പ്രചരിപ്പിക്കുന്നു. അത് മനസ്സിലാകട്ടെ എങ്ങനെയാണ് അയോധ്യയിൽ വിഗ്രഹമുണ്ടായതും അത് പിന്നീട് അവിടെ ക്ഷേത്രം പണിയാനുള്ള ശ്രമമായി മാറുകയും മറ്റെല്ലാം അപ്രസക്തമായി കൊണ്ട് അത് പണിയുകയും ചെയ്ത ഒരു കാലഘട്ടം, ഒരു ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. അതിനെ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ നോവൽ എന്നതിനെ വിശേഷിപ്പിക്കാം. ആ കാര്യത്തിൽ പരാതി പറയാൻ അവിടെ വിഗ്രഹം വന്നു എന്ന് പറയുന്നത് കോടതി സ്ഥാപിക്കാൻ ഉള്ള നടപടിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് തോന്നിയപ്പോൾ അതിൽ പരാതി പറയാൻ ജഡ്ജിയെ കാണാൻ പോയ തക്ഷകൻ എന്ന താഴ്ന്ന ജാതിക്കാരുടെ ഒരു ബുദ്ധിജീവിയായ തക്ഷകനോട് ജഡ്ജി പെരുമാറിയ രീതി അവസാനം അവരുടെ ഈ ജഡ്ജിമാരുടെ കക്കൂസ് വൃത്തിയാക്കാൻ ഉപദേശിക്കുകയും അത് തക്ഷകനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന ഏറ്റവും ജുഗുപ്സാവഹമായ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പുതിയ അവസ്ഥയെ വളരെ വ്യക്തമായി വളരെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുണ്ട് കാകപുരം എന്ന ഈ നോവൽ. കാകപുരത്ത് ഒരു പശുവിനെ കാണാതായി പ്രചരിപ്പിക്കുകയാണ്. അത് അന്വേഷിക്കാൻ ചിത്രരഥനെ തേടിയെത്തിയ തിരുവോത്തുകാർക്ക് അത് ചെയ്തത് കശ്യപയുടെ അച്ഛൻ രാഹുകനാണെന്നാണ് വിവരം കിട്ടിയത്. ഈ രാഹുകൻ കശ്യപനുമൊക്കെ ഈ താഴ്ന്ന പറയക്കുടിക്കാരുടെ ഇടയിലുള്ള ആളുകളാണ്. രാഹുകനെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനെ തടയാൻ ചിത്രരഥനടക്കം ആർക്കും കഴിയുന്നുമില്ല. അങ്ങനെ പിന്നീട് അവിടെ നടക്കുന്നത് പിന്നീട് പോലീസ് മർദ്ദിച്ച് അവശനാക്കി പുറത്തുവിട്ട രാഹുകൻ പണിക്ക് പോയി തുടങ്ങിയെങ്കിലും മുസ്ലിം പള്ളിക്കടുത്ത് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പിന്നീട് പോലീസ് അവരെ മോചിപ്പിച്ച് രാഹുകൻ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയെങ്കിലും മുസ്ലിം പള്ളിക്കടുത്ത് മരിച്ചു കിടക്കുന്നതായി കാണുകയാണ്. അവരുടെ മുസ്ലിം പള്ളിയുടെ അടുത്ത് അവർ മരിച്ചു കിടക്കാനുള്ള കാരണം കണ്ടെത്തിയത് അവിടെ പശുവിനെ കൊന്ന് ആ മുസ്ലിം പള്ളിയുടെ അടുത്ത് മുസ്ലിം പള്ളിയുടെ അവരുടെ പള്ളിക്കകത്ത് ഇടുകയാണ്, പശുവിനെ കൊന്ന് ഇറച്ചി. അപ്പോൾ അത് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുകനാണെന്ന് വരുത്തി തീർക്കുകയാണ് ഈ തിരുവോത്തുരാമനും കൂട്ടരും ചെയ്യുന്നത്. സത്യത്തിൽ അത് അദ്ദേഹമായിരുന്നില്ല ചെയ്തത്. അങ്ങനെ ആ പശുവിനെ കൊന്നത് അവരെ പള്ളിയിൽ കൊണ്ടുപോയി ഇട്ടു എന്നുള്ള പ്രതികാരത്തിന് വേണ്ടി മുസ്ലിങ്ങൾ അവിടുത്തെ സംഘടിച്ചുകൊണ്ട് രാഹുകനെ കൊന്നു എന്നാണ് വരുത്തി തീർക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ധാരാളം ഇത്തരം നമ്മുടെ നാട്ടിൽ കലാപത്തിന് വിത്തുവാകാൻ വേണ്ടി ശ്രമിക്കുന്ന പന്നിയെ കൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി ഇടുക, പശുവിനെ കൊണ്ടുപോയി പള്ളിക്കകത്തിടുക, ഇതൊക്കെ ചെയ്യിക്കുന്നവർ തന്നെയാണ് അവരുടെ വിരോധമുള്ളവരുടെ പേരിൽ പരാതി കൊടുക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കൂട്ട കൊലപാതകത്തിന് പോലും വിധേയമാക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് ഇതുമൂലം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള വളരെ മനോഹരമായൊരു നോവൽ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ നോവൽ എന്നാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. കാകപുരവും അതുപോലെ അവിടെ അതിനിടയ്ക്ക് ഇദ്ദേഹം ഈ നോവലിൽ വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ ഇത് ആത്യന്തികമായി, ഇത് മുഴുവൻ വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല, ആത്യന്തികമായി ഈ നോവൽ ലക്ഷ്യം വെക്കുന്നത് കാകപുരം എന്ന പറയ ജാതിക്കാരുടെ ഗ്രാമത്തെ തീട്ടക്കുഴി എന്ന മറ്റൊരു സ്ഥലമുണ്ടാക്കി അവിടെ കുടിയിരുത്തുകയും പഴയ കാകപുരത്ത് ആകെ ഇടിച്ച് നിരപ്പാക്കി
അവിടെ അമ്പലം പണിയുകയും അതിനുവേണ്ടി ഇവരെ തന്നെ നിയോഗിക്കുകയാണ്, ഈ പറയക്കുഴിക്കാരായ ആദിവാസികളെ തന്നെ. അതിനേറ്റവും പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കാതെ അവരെ കെട്ടിച്ച് കഴിഞ്ഞാൽ, അവരെ പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്ത് ഈ ആദിവാസികൾക്ക് ലഭിക്കും, അതിന് ഞങ്ങൾ തരും എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതിൽ കുടുങ്ങിക്കൊണ്ട് ആദിവാസികൾ അന്നത്തെ ആ പറയക്കുടിയിലെ തദ്ദേശീയരായ ജനത അതിൽ വിശ്വസിക്കുകയാണ്. പിന്നീട് അവർ ചതിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുമ്പോഴേക്കും അവർ തീട്ടക്കുഴിയിൽ ആകപ്പെടുകയും അവർ ഒരു നിലക്കും മോചനം നേടാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളെയും ദലിതരെയും എങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കാമെന്നും അവിടെ എങ്ങനെയാണ് സവർണ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും സമകാല ഇന്ത്യയുടെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ മറ്റൊരു പ്രതീകാത്മകമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടുള്ള വളരെ മഹത്തായ, വളരെ മനോഹരമായ ഒരാവിഷ്കാരം, സർഗാത്മകമായ ഒരാവിഷ്കാരം, ഫിക്ഷനിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഭംഗിയായി അനാവരണം ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ ഇന്ത്യയെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായ നോവലാണ് കാകപുരം എന്ന ഈ നോവൽ. തീർച്ചയായും നിങ്ങളുടെയൊക്കെ വായനയിലും വായനശാലകളിലും ഇതുണ്ടാവുകയും ഈ പുസ്തകം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.